എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിഴി കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തതുകൊണ്ട് കീഴിലേക്ക് പോവാം. യെസ് കേട്ടോ, ടോസ് ഇട്ടോ. കൈക്ക് വയ്യ. ഓക്കെ, കൈക്ക് വയ്യാഞ്ഞിട്ടാണേ. ഓക്കെ, ഹെഡ് ഫസ്റ്റ് കിഴി ഞാൻ എടുക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ കിഴി ക്ലീശ ഡയലോഗാണ്, വൃത്തിയുടെ ഡയലോഗ്. ഈ വർഷത്തെ അവസാനത്തെ കിഴി ആര് വിൻ ചെയ്യും നോക്കാം. നോക്കാം. അതൊരു മുന്നേറ്റമായിരിക്കും. അത് നല്ലൊരു മുന്നേറ്റമാണ്. ഫസ്റ്റ് കിഴി ഹായ് നന്ന. കൊള്ളാം. നാനി മൃണാൽ താക്കൂർ ഇവർ രണ്ടുപേരും കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഹായ് നന്ന തെലുങ്ക് സിനിമയാണ്. സിനിമയുടെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ജനുവരി 4-ന് നെറ്റ്ഫ്ലിക്സിൽ. വളരെ മികച്ച അഭിപ്രായം കിട്ടിയ സിനിമയുണ്ടോ? ഭയങ്കര അഭിപ്രായമായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ റിലീസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കാണാമെന്ന് വിചാരിച്ചിരുന്ന സിനിമയായിരുന്നു. ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. എന്തായാലും OTT വരുന്നുണ്ടല്ലോ, കാണാം. ഓക്കെ, അടുത്ത SG 257 സുരേഷ് ഗോപിയുടെ 257ാമത്തെ സിനിമയുടെ ടൈറ്റിൽ റിവീൽ ജനുവരി 1-ാം തീയതി 7 മണിക്ക്. അപ്പൊ നാളെ 7 മണിക്ക്. യെസ്, സനൽ വി ദേവനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കൊള്ളാം. ആവേശമൊക്കെ വരുന്നുണ്ട്. കൊള്ളാം അല്ലേ? ഓക്കെ, അടുത്തത് മത്സരം മൂർച്ചയാണ് കൂടി വരണം. മൂർച്ച കൂടും, ഇനി അങ്ങോട്ട് കൂടും. ഓക്കെ, പറഞ്ഞു. ജയ് ഗണേഷ്, ഉണ്ണിമൂന്നൻ നായകനാവുന്ന ജയ് ഗണേഷ് സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ നാളെ ഉണ്ട് 10/10. ഓ, 1-ാം തീയതി തന്നെ അല്ലേ? ഒന്നിനൊരു കുറവുമില്ല. ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ല. എന്താ ഈ ജയ് ഗണേഷിന്റെ ഫസ്റ്റ് ലുക്ക് വീൽ ചെയറിലിരിക്കുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു. അടുത്തത് സൈൻദവ്. വെങ്കടേഷ് നായകനാവുന്ന സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് ആണ്. ജനുവരി 13-ാം തീയതി സിനിമ റിലീസിനെത്തും. ശൈലേഷ് കൊലാനുവാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. തെലുങ്കിൽ നിന്നും എത്ര സിനിമകളാ? അനവധി സിനിമകളുണ്ട്. 4 ഗുണ്ടൂർക്കാരം, സൈന്ധവ്, പിന്നേതാ? പിന്നെ 5 സിനിമകളുണ്ട്. പിന്നെ ഡെവിൾ അല്ലേ? ഡെവിള്. പിന്നെ ഏതായിരുന്നു? ഡെവിൾ ഇപ്പോൾ ആൾറെഡി കളിച്ചോണ്ടിരിക്കുന്നതല്ലേ? ഡെവിളാണോ ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത്? അല്ലേ, ഡെവിൾ ആൾറെഡി റിലീസ് ആയിട്ടുണ്ട്. നാഗാർജുനന്റെ സിനിമ ഉണ്ട്, ഒരു സിനിമ ഉണ്ട്, അതാണ് നാഗ അങ്ങനെ എന്തൊരു സാധനം. ഓക്കെ, എന്തായാലും 5 സിനിമ വരുന്നുണ്ട്. യെസ്, ഓക്കെ, അവർക്ക് ആഘോഷമാണ്, ആഘോഷിക്കട്ടെ. യെസ്. അടുത്ത കിഴി ഡങ്കി സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ 340 കോടി. ഓക്കെ, കൊള്ളാം. 1-ാം തീയതി എന്താന്ന് പറഞ്ഞത്? 1-ാം തീയതി എന്ത് OTT റിലീസ്. പറഞ്ഞോളൂ. സംഭവം എന്താണെന്നറിയോ? സലാർ സിനിമയെ പൊക്കാൻ വേണ്ടിയിട്ട് ഡങ്കി എന്താ ഉടനടി റിലീസ് ആവുന്നു OTT എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശമാണോ എന്നുള്ള രീതിയിൽ വരും. ഏതാണെങ്കിലും അടുത്ത കിഴി 7 കടൽ 7 മല സിനിമയുടെ സിംഗിള് നമുക്ക് 2-ാം തീയതി വരുന്നുണ്ട്. ഒരു പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്, കാണാം. സൂര്യയും നിവിൻ പോളിയും മഴ നനയുന്നു. നമ്മുടെ റാമിൻ്റെ സിനിമയാണ്. എന്തായിരിക്കും? ഭീകരമായിരിക്കും. ഓക്കെ, അഞ്ജലിയാണ് സിനിമയില് നായിക. സിംഗിൾ തന്നെ ഒരു വെറൈറ്റി ഉണ്ടാവും. അതെ, കാണാം. കാതൽ ദ കോർ. കാതൽ സിനിമയുടെ ഒരു ബിഗ് ഐറ്റം. അതായത് കാതൽ സിനിമയെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. അതായത് മലയാള സിനിമയെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസിൽ ഇത്രയും വലിയ ഒരു ലേഖനം വരുന്നത് ആദ്യമായിട്ടാട്ടോ. അപ്പോൾ അത് റെക്കോർഡാണ്. കാരണം അത്രയും ഗംഭീര സിനിമയാണത്. ഒരു ചർച്ചയാകും, ലോകം മൊത്തം ചർച്ചയാകും അത്. ഓക്കെ, മത്സര ബുദ്ധിയാണല്ലേ? തീർച്ചയായിട്ടും മനസ്സിലായി. ഇന്ദ്ര യെസ്, വസന്ത് രവി നായകനാവുന്ന സിനിമയാണ്. നമ്മുടെ അനിക സുരേന്ദ്രനാണ് നായികയായിട്ട് വരുന്നത്. ശബരീഷ് നന്ദിയാണ് സിനിമയുടെ ഡയറക്ഷൻ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിട്ടുണ്ട്. യെസ്, സംഭവം ആള് മോൺസ്റ്റർ ആണെന്നാണ് അവർ പറയുന്നത്. സംഭവം ആളുടെ പ്രത്യേകത പറഞ്ഞുതരാം, എല്ലാത്തിനും ഒരുപോലെ ആയിരിക്കും അഭിനയം. അതൊരു സത്യം, ഒരു മാറ്റം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുണ്ടാവുമായിരിക്കും ഇതില്. എന്തായാലും നമ്മൾ ജയിലർ സിനിമയിൽ കണ്ടതല്ലേ സത്യം. ആയിട്ടുള്ള മകൻ, അതും ഇങ്ങനെ നല്ല പൊന്നോമന, നല്ലൊരു തന്ത ഉണ്ടായിട്ട് അല്ലേ? തന്തനെ പറയിപ്പിക്കാനായിട്ട് ഓരോ മക്കളുണ്ടാവും. ഞാൻ ആദ്യം നീ വിളിച്ചപ്പോ തന്നെ ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചു, ആ ചേറ്റ മകൻ എന്ന് പറഞ്ഞല്ലേ, നമ്മളെ കുറിച്ച് ഇതൊക്കെ തന്നെയാണല്ലോ പറയണേന്ന് ഓർത്തോണ്ടിരിക്കുകയാണ്.
ഓക്കെ ഓക്കെ ആ ശരിയല്ലേ ഈ ജയിലർ സിനിമ വലിയ വിഷയമാണ്. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞും ചെയ്തു. ഇനിയിപ്പോ തന്താരൊക്കെ എന്ന് പറയാവോ എന്ന് പറഞ്ഞാൽ വെടി കയറുമ്പോഴേ അറിയുള്ളൂ. ഓക്കെ, അടുത്ത കിഴി ഫാർമ. വെബ് സീരീസ് ആണ്. നമ്മുടെ നിവിൻ പോളി നായകനാവുന്ന സിനിമയാണ്. വെബ് സീരീസ് ആണ്. ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന വെബ് സീരീസ്. ഇതിൻ്റെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. കാണാം. നന്നായിട്ട് ആ ഒരു പഴയ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. കിടിലൻ ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ആ ലുക്കിലൊക്കെ വരണം. പഴയ ലുക്കിലേക്ക് പൊളിയായിരിക്കും. അടുത്ത അമൽ നീരദ് ചാക്കോച്ചൻ മൂവി. സിനിമയുടെ ഷൂട്ട് ഫെബ്രുവരിയോടെ തീരും. ഓക്കെ, ഫെബ്രുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഉടനെ തന്നെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ തന്നെ ആയിരിക്കും കേട്ടോ. മറ്റേ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ആയിരിക്കും. അങ്ങനെ ചെയ്യലിട്ടോ. മലയാള സിനിമ എന്താ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമ മൊത്തം ഏപ്രിലാണ് ഇറക്കുന്നത്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഫെബ്രുവരിയിൽ എത്ര സിനിമകൾ വരുന്നു? പക്ഷെ ഏപ്രിലിൽ അത്രല്ല. ഏപ്രിലല്ലേ വിഷു, ഈസ്റ്റർ ഒക്കെ ഒരുമിച്ച് ആഘോഷങ്ങൾ അങ്ങനെയല്ലേ. പക്ഷെ തിയേറ്റർ അതിന് മാത്രം വേണ്ടേ, ജനങ്ങൾ വേണ്ടേ. ജനങ്ങൾ ഈ ജനങ്ങളെന്നല്ല അതൊക്കെ പോയി കാണണ്ടേ. എന്താണെങ്കിലും 4-5 സിനിമയല്ലേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. പറഞ്ഞു വെച്ചത് അത് മലയാളത്തിൽ മാത്രം. നമ്മൾ മലയാളത്തെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തെ കുറിച്ച് മാത്രം എടുക്കും. എത്ര സിനിമകളാ മലയാളികള് മലയാള സിനിമക്ക് മാത്രം തിയേറ്റർ മാറ്റി കൊടുക്കും. അതില്ല. തമിഴിനൊക്കെ വലിയ എന്ന് കഴിഞ്ഞാൽ മലയാളത്തിൽ കളാന്ന് പറയും. അല്ല, തമിഴിന് ഏതാ വലുത് വരാനുള്ളത്? ഏതൊക്കെ ഉണ്ട് വലിയ? കങ്കുവൊക്കെ ഏപ്രിലായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. കങ്കുവ അത് മാറും. അതിപ്പം തങ്കലാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അത് ഉറപ്പൊന്നുമില്ല. പിന്നെ ലാൽസലാം ഏപ്രിലേക്ക് പറയുന്നുണ്ട്. അതും ഇതൊക്കെ ചിലപ്പോ പറയാൻ പറ്റില്ലെന്നേ, മാറിപ്പോവും. അതെ, എല്ലാം മാറ്റണം. എന്തായാലും ഇത്രയും സിനിമകളൊന്നും ഏപ്രിലിൽ കൊണ്ടുപോയി ഇറക്കരുത്. അപ്പൊ അടുത്ത കിഴി. ഓക്കെ, എന്താടാ അയലാൻ സിനിമയുടെ ഒരു ന്യൂസ് സ്റ്റില്ല് വന്നിട്ടുണ്ട്. കാണാം. രഘുൽ പ്രീത്തും നമ്മുടെ നല്ല ചൊറുക്കായിരുന്നു അല്ലേ രണ്ടാളും. പിന്നെ എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. അതെ, സിനിമ റിലീസാവുന്നത് പൊങ്കൽ ജനുവരി 12. അടുത്തത് ഗുരുവായൂർ അമ്പലനടയിൽ കട്ടക്കട്ടത് സിനിമയില് ഫെലിക്സ് ഫുക്കിയോഷി ആക്ഷൻ കൊറിയോഗ്രാഫറാണ്. ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫോട്ടോ. ആള് വേറെ ഏതോ ഒരു പടത്തിലുണ്ടല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വലിയ സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫർ ആണ്. കത്തനാറിലാണോ നമ്മൾ പറഞ്ഞത്? കത്തനാറാണോ? ഏതോ ഒരു വലിയൊരു സിനിമയുടെ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത കിഴി. നേര് സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ്. അതായത് കേരളത്തിൽ 9 ദിവസം കൊണ്ട് 10,500 ഷോസ് കഴിഞ്ഞു. ഇവര് കളക്ഷന്റെ ഒന്നും പുറത്തു വിടുന്നില്ല. ഇപ്പൊ കളക്ഷനൊക്കെ ഏതാണ്ട് ഒതുങ്ങി, ആരും അങ്ങനെ ശരിയായ രീതിയിൽ പുറത്തൊന്നും വരുന്നില്ല. ഇപ്പൊ ഇന്നലത്തെയും, അതായത് ശനിയാഴ്ചത്തെയും ഇന്നത്തെയും ഞായറാഴ്ചത്തെയും കൂടെ കൂട്ടിയിട്ട് നാളെ ഒരു വരവുണ്ടാവും. ശരിയാ. നാളത്തേക്ക് മിക്കവാറും മലൈക്കോട്ടെ വാലിബൻ ഒരു വരവുണ്ടാവും. നാളെ ഒരു മലൈക്കോട്ടെ വാലിബന്റെ ഒരു അപ്ഡേറ്റ്സ് ഉണ്ടാവും. ഒരു തകർക്കലുണ്ടാവും. അടുത്തത് ദളപതി 68 സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇന്ന് വൈകിട്ട് 6 മണിക്ക്. ഓക്കെ, ആഘോഷിക്കാനുള്ള മുതലെത്തി മക്കളെ. ദളപതി 68. അതിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ട്, അതായത് അനൗൺസ്മെന്റ് പോസ്റ്റർ. കാണാം. ലാൻഡ്സ് ടുഡേ 6 PM. ഒരു വിമാനത്തിൻ്റെ നിഴലാണ് കാണുന്നത്. അതും ചെറു വിമാനം, ജെറ്റൊക്കെ പോലെ. നമ്മൾ ഈ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന വിമാനം ഉണ്ടല്ലോ, അതാണത്. പിന്നെ മറ്റേ ടൈറ്റിൽ ഇതുവരെ വരുന്നു പറഞ്ഞിട്ടില്ല കേട്ടോ. ഇല്ല, ഫസ്റ്റ് ലുക്കാണ് വരുന്നത് പറഞ്ഞിട്ടോ. അതിലുണ്ടാവും, അതൊക്കെ ടൈറ്റിൽ ഉണ്ടാവും. ഫസ്റ്റ് ലുക്കിൽ എന്തായാലും ടൈറ്റിൽ ഉണ്ടാവും. അല്ല, സാധാരണ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് ആൻഡ് ടൈറ്റിൽ നിന്ന് കൊടുക്കും. ഇത് ഫസ്റ്റ് ലുക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലുക്ക് ഉണ്ടാവും, ടൈറ്റിലും ഉണ്ടാവും, ഫസ്റ്റ് ലുക്കും ഉണ്ടാവും. ഉറപ്പായല്ലോ, ഏതാണ്ട് ടൈറ്റിൽ ഉണ്ടാവുമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല. 60 ദളപതി 68 ഫസ്റ്റ് ലുക്ക് കൊടുത്താൽ ദളപതിനെ ഫോട്ടോ ഇട്ട് കൊടുത്താൽ പോരെ? അല്ല, അത് വലിയ ഇതായിട്ട് തന്നെ വരേണ്ട സാധനമല്ലേ ടൈറ്റിലിങ്. പക്ഷേ ചിലരങ്ങനെയാണ്. ചിലർ ആദ്യം ടൈറ്റിൽ പുറത്തു വിടും, അതിനുശേഷം
ഫസ്റ്റ് ലുക്ക് കൂടും. ഇതങ്ങനെയല്ല, അത് രണ്ടും ഒരുമിച്ച് വരും. രണ്ടും ഒരുമിച്ച് വരുമ്പോൾ രണ്ടും ഒരുമിച്ച് എഴുതുന്നു സാധാരണ. ഇത് രണ്ടും ഒരുമിച്ച് വരുവാണെങ്കിൽ ഫസ്റ്റ് ലുക്ക് ആൻഡ് ടൈറ്റിൽ അതെല്ലാവരും അങ്ങനെ ആക്കണമെന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, കാരണം ആൾറെഡി ഇപ്പോൾ ഇവർ 3 പേര് ടൈറ്റിൽ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഗോട്ടായിരിക്കും എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഈ ടൈറ്റിൽ ലുക്ക് പുറത്തു വിടാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ടൈറ്റിൽ അതിലുണ്ടാവും. എനിക്ക് തോന്നുന്നില്ല, ടൈറ്റിൽ ഉണ്ടാവും. നോക്കാം. ഫസ്റ്റ് ലുക്ക് അതിൽ ടൈറ്റിൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഏരിയ ഉണ്ടോ, സംഭവം ഇതൊരു ഫിക്ഷൻ മൂവി തന്നെയാണ്, സയൻസ് ഫിക്ഷൻ മൂവി തന്നെ. തോന്നുന്നു ടൈം ട്രാവൽ സംഭവത്തിനൊക്കെ ലൂപ്പൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും 6 മണിക്ക് നമുക്ക് കാണാം. എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മൾ 6 മണിക്ക് വരും കേട്ടോ. 6 മണിക്ക് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6:30 6:40 ആവൂലേ മാക്സിമം പിടിച്ചു വരും ഞങ്ങൾ. അടുത്തത് ഇത് ഭീകരമായിട്ടാട്ടോ. അതായത് നാളെ മമ്മൂക്കയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് വരാനുണ്ട് ഒരു സിനിമയുടെ. ഏതാണെന്ന് നമ്മൾ പറയില്ല, ഒരു ബിഗ് ഐറ്റായിരിക്കും, തീപ്പൊരി സാധനമായിരിക്കും. വെയിറ്റ് ചെയ്യാം. കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പൊ ചെയ്യുന്നതാണോ വരാനിരിക്കുന്നതാണോ ഒന്നും പറയില്ല. ഒന്നും പറയില്ലെങ്കിൽ ഇനി മിണ്ടരുത്. ഇനി വേണ്ടിയിട്ടുണ്ട് എന്റെ സ്വഭാവം മാറും. എപ്പോഴും ഉണ്ട്, ഒന്നും പറയാനില്ല. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ ഇരുന്ന് അതിനെ കുറിച്ച് സ്വഭാവം മാറുമോ? നന്നായി കണ്ടാ മതി, അല്ലെങ്കിൽ മാറുന്ന സ്വഭാവം അത് തന്നെയാണ്. ഞാൻ നന്നാവുമല്ലേ, ഞാൻ നാശമായി ആണോ? അപ്പൊ രണ്ടും കണക്കന്നെ. അപ്പൊ ഒരു കാര്യമല്ല, നന്നാവുന്ന സ്വഭാവമാണ് വരുന്നതെങ്കിൽ അല്ല, രണ്ട് കണക്ക് തന്നെ. വെറുതെ ഞാൻ തന്നെ എന്റെ തൊള്ളയിട്ടിട്ട് ആ എനർജി കൂടെ കളയണേ. അതെ, മാറിയാലോ തന്നെ, അല്ലെങ്കിൽ തന്നെ. അടുത്തത് കൺചുറിങ് കണ്ണപ്പൻ സിനിമയുടെ OTT റിലീസ് ജനുവരി 5-ാം തീയതി നെറ്റ്ഫ്ലിക്സ്. ഓക്കെ, അപ്പോൾ നല്ല അഭിപ്രായം കിട്ടിയ സിനിമയാണ്. അത്യാവശ്യം തരക്കേടില്ലായിരുന്നു. എന്താണെങ്കിലും സിനിമയുടെ സിനിമയുടെ 2023 അവസാനത്തെ കിടി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ദളപതി അതിൻ്റെ ഇടയിൽ കൂടെ വന്നങ്ങോട്ട് കയറിയിട്ടേ അടുത്ത വിശേഷങ്ങളുമായിട്ട് എന്റെ ചങ്ക് ജയിക്കുക എന്നുള്ളത് ഒറ്റ ലക്ഷ്യം മാത്രം എന്റെ മനസ്സിൽ. അത് നന്നായി. അതായത് എന്റെ കൂടെ ലാലേട്ടൻ, ഷാറൂഖ് ഖാൻ, മമ്മൂക്ക, വേറെ ആരൊക്കെ ഉണ്ട്, പിന്നെ SK, എത്ര പേര്. അതിപ്പോ എന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? പിന്നെ പൃഥ്വിരാജ് ഉണ്ട്, കുഞ്ചാക്കോ ബോബൻ, സുരേഷ് ഗോപി, നിവിൻ പോളി, ദളപതി. പിന്നെ എന്റെ കൂടെ മറ്റേ നമ്മുടെ എന്താണ് നാച്ചുറൽ ആക്ടർ നാനി, പിന്നെ ഉണ്ണിമുകുന്ദൻ. അയ്യോ ശരി, ആ ഉണ്ണിമുകുന്ദന് വേണ്ടിനകത്തായിരുന്നു. ശരി, എന്നാ പോലും നമ്മുടെ മുകളിലേക്ക് പിടിക്കാൻ പറ്റൂല. കാരണം സുരേഷ് ഗോപി അല്ലേ? ചെങ്ങായി മറന്നുപോയി. വെങ്കടേഷ് എന്താണ് എന്തിനാ ഇതൊക്കെ പോണേ? ഇതിന്റെ ഇതൊക്കെ എന്തിനു പോണോ? ഒരൊറ്റ പേര് മതി. അതെ, ഇതൊക്കെ ഇതിലേക്ക് ഒന്നും പോണ്ട, ഒരൊറ്റ പേര് മതി, ദളപതിടാ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്ത് വേണം? അല്ല, ഇതിൽ ഏറ്റവും വമ്പൻ അപ്ഡേറ്റ് ആയിട്ടുള്ളത്, അതും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ദളപതി 68 ആണ്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ കൊടുക്കുന്നതിൽ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനം മമ്മൂക്കയുടെ അപ്ഡേറ്റ്. എന്തായാലും അപ്പോൾ ഈ വർഷം അങ്ങനെ കഴിയാണ്. അപ്പൊ ഞങ്ങൾ പോവാണ്. കഴിഞ്ഞിട്ടില്ല, വൈകുന്നേരം 6 മണിക്ക് കൂടെ വന്നിട്ട് നമുക്ക് ഒന്നും കൂടി വിഷ് ചെയ്യാം. അതെ, അപ്പൊ ശരി, ബൈ.